എന്താ പറഞ്ഞോളൂ, എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാലോ, ഞാൻ എന്ത് സഹായ ചെയ്യണ്ടേന്നൊക്കെ ചോദിക്കും. പക്ഷെ ഈ ചോദിക്കുമ്പോഴത്തേക്കും ചില സ്ഥലങ്ങളിൽ നമ്മുടെ സഹായം അവർക്ക് വേണ്ടായിരിക്കും. അവർക്ക് നമ്മുടെ സഹായമേ വേണ്ട. അവര് നമ്മളുടെ സഹായം അർഹിക്കുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. അവര് നമ്മളെ എങ്ങനെ കാണും എന്നറിയാമോ? എന്ത് കാര്യത്തിലും വന്ന് ഇടപെട്ടോളൂ. നമ്മൾ ആവശ്യമില്ലാത്ത എന്തിനാ എന്റെ കാര്യത്തിൽ വന്ന് ഇടപെടുന്നത്? എന്താ സഹായം വേണ്ടേ, എന്താ സഹായം വേണ്ടേ എന്ന് പറഞ്ഞാൽ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? ചിലപ്പോ നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിന് തെറ്റായ സ്ഥലത്ത് കാണിക്കുന്നോണ്ടായിരിക്കാം നിങ്ങൾ ഒരു സ്ഥലത്ത് മാറ്റി നിർത്തപ്പെടുന്നത്. സെയിം കാര്യമാണ്, പക്ഷെ നമ്മൾ രണ്ട് സിറ്റുവേഷനിൽ അത് ഉപയോഗിച്ചപ്പോ നല്ലതെന്നും ചീത്തയെന്നും അതിന് പേര് കിട്ടി. നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടം അടി നടക്കുക, പ്രശ്നം നടക്കുക, തർക്കം നടക്കുക, അവിടെ ചെന്ന് പോട്ടെ സാരമില്ല പതുക്കെ എന്നൊക്കെ പറഞ്ഞ് സൗമ്യമായിട്ട് പറഞ്ഞ അവിടെ ഒരു തീർപ്പും ഉണ്ടാവൂല. നാട്ടുകാർ മുഴുവൻ പറയും, ഓ അയാൾ ഉണ്ടായിരുന്നുണ്ട് ആ ഒരു കാര്യം നടന്നില്ലേ. പക്ഷെ നമ്മൾ പൊതുവിൽ എന്താ പറയുന്നത്? മുരടൻ റഫ്. നമ്മൾ ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ എത്ര പേര് അതിനകത്തുണ്ടോ അവരുടെ എല്ലാം എനർജി ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുക. അപ്പൊ അതിന്റെ ഗുണം എന്തായാലും അത് രാവിലെ എണീറ്റ് ഇതില് വേണം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു സുഖം ഉണ്ടാവും. റെക്കോർഡഡ് സെഷനെങ്കിലും കേൾക്കണമല്ലോ എന്ന് കരുതി, ആർക്കെങ്കിലും കേൾക്കാൻ പറ്റിയാൽ അത് ഉപകാരമായിരിക്കുമല്ലോ എന്ന് കരുതിയാണ് നമ്മൾ റെക്കോർഡഡ് സെഷൻ കൊടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഒരു പാചകം ചെയ്യുന്ന സമയത്ത്, ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതെല്ലാം എടുത്താണ് നമ്മൾ ഓരോ ദിവസവും ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഇതേ ഉദാഹരണം പറഞ്ഞായിരുന്നു അല്ലെ. അപ്പോ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഏകദേശം അതിൽ ചേർക്കുന്ന കൂട്ടുകളെല്ലാം ഒരേ ഐറ്റംസ് ആയിരിക്കും, ഒരേ പൊടികളായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്നതിൽ മുളക് പൊടി ഉണ്ടാവും, മഞ്ഞപ്പൊടി ഉണ്ടാവും, ഉപ്പുണ്ടാവും, മല്ലിപ്പൊടി ഉണ്ടാവും, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിനനുസരിച്ചായിരിക്കും ഈ പൊടികളുടെ പ്രപ്പോർഷൻ ശ്രദ്ധിക്കുക. ചില കറികൾക്ക് നമുക്ക് മല്ലിപ്പൊടി കുറച്ച് മുമ്പേ നിൽക്കേണ്ടതായിട്ടുണ്ട്, ചില കറികൾക്ക് മല്ലിപ്പൊടിയുടെ അളവ് കുറച്ച് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. ചിലതിന് നമ്മൾ പുളി കറക്റ്റ് ആയിട്ട് ചേർക്കണം, ചിലതിന് പുളി കൂടുതലായിട്ട് വേണം. ഉലുവയ്ക്ക് കയ്പ, ഈ കയ്പുള്ള ഉലുവ നമ്മൾ പൊടിച്ചു ചേർക്കാറുണ്ട്, നമ്മൾ കടുക് താളിക്കുന്ന സമയത്ത് ചേർക്കാറുണ്ട്. അതിന്റെ ചെറിയൊരു കയ്പ് കിട്ടേണ്ട സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെ വേണം. സാമ്പാറിനാണെങ്കിൽ കായം വേണം, എന്നാൽ അത് കൂടിപ്പോവാൻ പാടില്ല. രാവിലെ പാചകത്തിന്റെ ക്ലാസ് എടുക്കുവാണെന്നാണോ എല്ലാവരും വിചാരിക്കുന്നത്? എന്നാലല്ല. ഈ ഒരു സംഭവം പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് അതിലെ കൂട്ടുകൾ കൃത്യമായിട്ട് ചേർക്കുന്നത്. അപ്പോ അതിൽ ഏതെങ്കിലും ഒന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ തനതായിട്ടുള്ളൊരു രീതി അങ്ങ് മാറിപ്പോകും. അവിയൽ അല്ലാതാകും, സാമ്പാർ അല്ലാതാകും അല്ലേ. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ആദ്യം ആലോചിക്കും അല്ലേ. മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും. ആ പ്ലാനിനനുസരിച്ച് ഈ കൂട്ടുകളെ കൃത്യമായിട്ട് എടുത്തുപയോഗിക്കും. നമുക്ക് എല്ലാവർക്കും പല തരത്തിലുള്ള ഗുണങ്ങളുള്ള ആൾക്കാരാണ്, പല ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. ഈ ഗുണങ്ങളെല്ലാം നല്ലതായിട്ടുള്ള ഗുണങ്ങൾ നമുക്കുണ്ട്, വളരെ മോശം എന്ന് നമ്മൾ പറയുന്ന ഗുണങ്ങൾ നമുക്കുണ്ട്. എന്നാ ഒന്നും മോശമല്ല എന്നുള്ളതാ. എല്ലാ ഗുണങ്ങളും നമുക്ക് വേണം. നേരത്തെ പറഞ്ഞ ഉലുവയുടെ കയ്പ് പോലെയും കായത്തിന്റെ ആ ഒരു കടുപ്പം പോലെയും എരിവും പുളിയും ഉപ്പും ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഈ മധുരവും എല്ലാം. ഇതിൽ എല്ലാം എപ്പോഴും മധുരമായിരിക്കാൻ നമുക്ക് പറ്റില്ല, എപ്പോഴും എരിവ് കൂട്ടിയിരിക്കാനും നമുക്ക് പറ്റില്ല. സാഹചര്യം അനുസരിച്ച് മാറ്റും എന്ന് പറഞ്ഞു. അതുപോലെ നമ്മളുടെ ഈ എല്ലാ ക്വാളിറ്റീസും നല്ലത് തന്നെയാണ്. പക്ഷേ അത് എവിടെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു, എവിടെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ആ സ്വഭാവ ഗുണത്തിനെ, ആ ക്വാളിറ്റിയെ ഒരാള് അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹം അംഗീകരിക്കുന്നത്. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ സ്ഥിരം പറയാറുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി പറയാറുണ്ട്. എന്ത് നല്ല സ്വഭാവമാണ് ഒരാൾക്ക്, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണത് അല്ലെ. പൊതുവെ കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് നല്ല സ്വഭാവമാണ്. എന്നാൽ ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൊണ്ട് മുതിർന്നവരുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ കുടുംബത്തിൽ മുതിർന്ന ആൾക്കാരുടെ അടുത്ത്, തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലത്ത് പോയി ചെന്ന് നിന്ന് നമ്മൾ ഇളയ ആൾക്കാരാണെങ്കിൽ അവിടെ ചെന്ന് ഇതേ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്ന് കാണിച്ചു നോക്കൂ. എന്ത് പേര് വീഴും ആ ആൾക്ക്? എന്ത് പേരായിരിക്കും? അയാൾ ഭയങ്കര ഭരണമാണ്, എല്ലാ കാര്യത്തിനും അയാൾ അങ്ങ് തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞ് അതിനകത്തെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ തെറ്റായിട്ട് എടുക്കും, അതൊരു മോശം ക്വാളിറ്റി ആയിട്ട് എടുക്കും. കുടുംബത്തിൽ കയറി എല്ലാവരും കയറി ഭരിക്കുന്ന ഒരു സ്വഭാവം എന്ന് തന്നെ വേണമെങ്കിൽ പറയും അല്ലേ. എന്നാൽ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, നമുക്കത് അറിയാം. അത് നമ്മൾ നയിക്കുന്ന ഒരു ഓഫീസിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ആ ഒരു ചില കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നയിപ്പിന് നമ്മളുടെ ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എടുത്ത് ചെയ്തു നോക്കണം. അവർ പറയും അയാൾ ഉണ്ടായിരുന്നതുകൊണ്ട്, ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നത് കൊണ്ട്, നേതൃത്വം ഉണ്ടായിരുന്നുകൊണ്ട് അത് നന്നായിട്ട് നടന്നല്ലേ എന്ന് ചോദിക്കും.
സെയിം കാര്യമാണ്, പക്ഷെ നമ്മൾ രണ്ട് സിറ്റുവേഷനിൽ അത് ഉപയോഗിച്ചപ്പോൾ നല്ലതെന്നും ചീത്തയെന്നും അതിന് പേര് കിട്ടി. ഇനി നമ്മൾ വളരെ സഹാനുഭൂതിയുള്ള, സ്നേഹവും ദയയും സഹായിക്കാനുള്ള ഒരു മനസ്സും ഒക്കെ ഉള്ള ഒരാളാണ് നമ്മളതിരിക്കട്ടെ. ആഹാ, എന്റെ നല്ല ഗുണമാണ് സഹായിക്കുക, ഒരു നല്ല സ്വഭാവമാണ്. നമ്മൾ ഈ സഹായിക്കുന്ന ഈ ഒരു മനസ്ഥിതിയും കൊണ്ട് നമ്മൾ ആരോടും ചെന്ന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടിച്ചെന്ന് എന്താ പറഞ്ഞോളൂ, എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാലോ, ഞാൻ എന്ത് സഹായ ചെയ്യണ്ടേന്നൊക്കെ ചോദിക്കുന്നു എന്നിരിക്കട്ടെ. പക്ഷെ ഈ ചോദിക്കുമ്പോഴത്തേക്കും ചില സ്ഥലങ്ങളിൽ നമ്മുടെ സഹായം അവർക്ക് വേണ്ടായിരിക്കും. അവർക്ക് നമ്മുടെ സഹായമേ വേണ്ട, അവര് നമ്മളുടെ സഹായം അർഹിക്കുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. അവര് നമ്മളെ എങ്ങനെ കാണും എന്നറിയാമോ? എന്ത് കാര്യത്തിലും വന്ന് ഇടപെട്ടോളൂ. നമ്മൾ ആവശ്യമില്ലാത്ത എന്തിനാ എന്റെ കാര്യത്തിൽ വന്ന് ഇടപെടുന്നത്, എന്താ സഹായം വേണ്ടേ, എന്താ സഹായം വേണ്ടേ എന്ന് പറഞ്ഞാൽ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ എന്ന് ചിലർ ചോദിക്കും. വേണ്ടാത്ത സ്ഥലത്ത് നമ്മള് സഹായിക്കാം എന്ന് കരുതി പോയി ചെന്ന് ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ ആ ഒരു സ്വഭാവത്തിനെ അവര് മോശമായിട്ട് കാണുന്നത്. എന്നാൽ സഹായിക്കാന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഇല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേണ്ടടുത്ത് കൊടുക്കൂ. ആ സീൻ കണ്ടിട്ട് അറിഞ്ഞിട്ട് വേണ്ടതാണോ എന്നൊന്ന് തീരുമാനിച്ചതിന് ശേഷം ആ ഗുണം എടുത്ത് പുറത്ത് കാണിച്ചാൽ മതിയാവും. ഇനി നമ്മൾ പറയാണ് ഭയങ്കര റഫായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ, റഫ്നെസ് എന്ന് പറയുന്ന ഒരു രീതി, സ്വഭാവത്തിലെ ഒരു എന്താണ് കടുംപിടുത്തം അല്ലെങ്കിൽ റഫായിട്ടുള്ള ഇടപെടൽ ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവിൽ ആ സ്വഭാവത്തിനെ മോശമായിട്ട് പറയും. അയ്യേ, ഒരു സൗമ്യമായിട്ട് സംസാരിക്കാൻ എന്ന് പറഞ്ഞു റഫ എന്ന് പറഞ്ഞു. എന്നാ ചില സ്ഥലങ്ങളില് ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ, ചില പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, രണ്ടുപേര് തമ്മിൽ ഒരു അടി നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടം അടി നടക്കുക, പ്രശ്നം നടക്കുക, തർക്കം നടക്കുക, അവിടെ ചെന്ന് പോട്ടെ സാരമില്ല പതുക്കെ എന്നൊക്കെ പറഞ്ഞ് സൗമ്യമായിട്ട് പറഞ്ഞാൽ അവിടെ ഒരു തീർപ്പും ഉണ്ടാവൂല. ആ സ്ഥലത്ത് സ്ട്രോങ് ആയിട്ട് കുറച്ച് കടുപ്പിച്ച് പറയണമെങ്കിൽ ആ ഒരു സ്വഭാവത്തിനെ പുറത്തെടുത്താലേ പറ്റുള്ളൂ. അതിനെ പുറത്തെടുത്ത് പ്രകടിപ്പിച്ചാലേ ആ കാര്യം അവിടെ നടക്കുള്ളൂ. അങ്ങനെ ഒന്ന് റഫായിട്ട് ഇടപെട്ട് ചില കാര്യങ്ങൾ പ്രതികരിച്ച് റഫായിട്ട് കാര്യങ്ങളെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ പറയും, ഓ അയാൾ ഉണ്ടായിരുന്നുണ്ട് ആ ഒരു കാര്യം നടന്നില്ലേ. പക്ഷെ നമ്മൾ പൊതുവിൽ എന്താ പറയുന്നത്? മുരടൻ, റഫ്നെസ്, അത് മോശമായിട്ടുള്ള ഒരു സ്വഭാവം പറയും. ഇങ്ങനെ 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 നമ്മൾ ഏത് സ്വഭാവം, നമുക്ക് ഇതല്ല ഇതിന് ഒത്തിരി സ്വഭാവങ്ങളുണ്ട്. നല്ല നല്ല എല്ലാം നല്ലതാന്നുള്ളതാ. എല്ലാ ക്യാരക്ടറും നമ്മളിലുള്ള എല്ലാ സ്വഭാവ ഗുണങ്ങളും നല്ലത് തന്നെയാ. അതൊരിക്കലും മോശമാണെന്നോ അല്ലെങ്കിൽ ചീത്തയാണെന്നോ എന്നുള്ളതല്ല. ആ സ്വഭാവത്തിനെ നമ്മൾ ആദ്യം സ്വയം തിരിച്ചറിയുക. എന്താണ് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ആ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്. ഈ സ്വഭാവങ്ങൾ എല്ലായിടത്തും ഒരുപോലെ കയറി നമ്മൾ വിളമ്പാൻ പാടില്ല. അതിന് നമ്മൾ ആ ചേരുവകൾ ചേർക്കുന്നത് വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചിട്ട് വേണം. ഈ സ്ഥലത്ത് എൻ്റെ ഈ ഒരു ക്യാരക്ടർ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, ആ സ്വഭാവം ഓക്കെ ആണെങ്കിൽ മാത്രം അവിടെ എടുക്കുക. ഈ സ്ഥലത്ത് അത് വേണ്ട, അതുകൊണ്ട് നമുക്കതിനെ ഒഴിവാക്കാം. അയ്യോ എനിക്ക് ഭയങ്കര സഹാനുഭൂതിയാണ്, ഞാൻ അവിടെ പോയി ഇത് കാണിക്കട്ടെ, വേണ്ട. നമുക്ക് നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളായിരിക്കും, നമുക്ക് നല്ല തമാശയൊക്കെ പറയാൻ സാധിക്കുന്ന ഒരാളായിരിക്കും. എന്ന് വെച്ചാൽ ആ സ്വഭാവം ഒരു മരണ വീട്ടിൽ ചെന്ന് പബ്ലിക്കായിട്ട് എല്ലാവരും നിൽക്കവേ പെട്ടെന്ന് ഉച്ചത്തിൽ കയറി ഒരു തമാശ പറയാൻ പറ്റുമോ? നമുക്ക് ആ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്കത് കാണിക്കില്ല. പകരം എന്ത് ചെയ്യും? മരണ വീടാണ് അല്ലെങ്കിൽ വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിനകത്ത് നിൽക്കുകയാണ്, അവിടെ കയറി കോമഡി പറയുന്ന ഒരു ക്യാരക്ടർ നമ്മൾ പുറത്തെടുക്കരുത്. നമ്മൾ അതിനെ മാറ്റി വെച്ചേക്കണം. ഒരു ബോധം നമുക്ക് നമ്മുടെ സ്വഭാവത്തെ പറ്റി എപ്പോഴും ഉണ്ടാകണം. കാരണം ആ ബോധമാണ് നമ്മളുടെ ക്യാരക്ടർ നല്ലതാണോ അല്ലയോ എന്ന് മറ്റുള്ളവർ തീരുമാനിക്കുന്നത്, മറ്റുള്ളവർക്ക് തോന്നുന്നത്. മറ്റുള്ളവർ നമുക്ക് നല്ലതാണ്, നമ്മളോടൊരു നമ്മളാരെയും ഉപദ്രവിക്കാൻ വേണ്ടി ആയിരിക്കില്ല ഇതൊന്നും ചെയ്യുന്നത്, നമ്മുടെ ക്യാരക്ടർ ആയിരിക്കാം. പക്ഷേ സമയവും സാഹചര്യവും ഒക്കെ തെറ്റി കാണിക്കുന്ന ആ സ്വഭാവ രീതികൾ നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതൽ ഉണ്ടാക്കും എപ്പോഴും. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ശീലം ശീലിക്കുന്നത് കൊണ്ട് നമ്മൾ എവിടെ എന്ത് ക്യാരക്ടർ പുറത്തെടുത്ത് അതിനെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നൊരു കൃത്യമായ ധാരണ ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിന് എപ്പോഴും സന്തോഷമായിരിക്കും. കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു സീനിലും നമ്മൾ ആരെയും വേദനിപ്പിക്കാത്ത തരത്തിൽ നല്ലൊരു രീതിയിൽ നമുക്ക് നല്ലൊരു ഇടപെടലിൽ പോകാൻ പറ്റും. എപ്പോഴും എല്ലാവർക്കും ഒരു വന്ന് സംസാരിക്കാൻ തോന്നുന്ന ആ നല്ലൊരു ഇടപെടലുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായി നമുക്ക് മാറാൻ പറ്റും. നമുക്ക് ആ രീതിയിൽ സമൂഹത്തിൽ നിൽക്കാൻ പറ്റും. കൃത്യമായ ബോധത്തോടു കൂടി ഈ ക്യാരക്ടേഴ്സിനെ അടുക്കിപ്പറക്കി വേണ്ടതുപോലെ ഉപയോഗിച്ച മാത്രമല്ല, നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത മനസമാധാനത്തോടു കൂടിയുള്ള അന്തരീക്ഷം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാൾ എന്നിരിക്കെ തന്നെ നമുക്ക് നമ്മളോടൊരു റെസ്പെക്ട് ഉണ്ടാവും. നമ്മുടെ വാല്യൂ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഇതിൽ നിന്നെല്ലാം വലിയൊരു പോയിന്റ് ആണ്, ആരും വിട്ടുപോകരുത്. സ്ഥിരമായി ശീലിച്ചു നോക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിന് തെറ്റായ സ്ഥലത്ത് കാണിക്കുന്നോണ്ടായിരിക്കാം നിങ്ങൾ ഒരു സ്ഥലത്ത് മാറ്റി നിർത്തപ്പെടുന്നത്. അതൊന്ന് മാറ്റി പ്രയോഗിച്ചു നോക്കുക. ഇനി ഒരു കാര്യം,
വേറെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആരും ആയിക്കോട്ടെ, അവരും ഇതേപോലുള്ള പല സ്വഭാവങ്ങളും കാണിക്കുമ്പോൾ നമുക്ക് അവരോട് ഇഷ്ടക്കേട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവന്റെ ആ ഒരു ക്യാരക്ടർ അങ്ങനെ ഉണ്ട്. പക്ഷെ അത് വേണ്ടാത്തടുത്ത് അവൻ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവനെ മോശം എന്ന് പറയുന്നത്. അവൻ അതൊന്ന് തിരുത്തി കൊടുത്താൽ, അല്ലെങ്കിൽ തിരുത്താൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ അവൻ നല്ല കുട്ടിയാണ്. കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ പറയൂലേ, അവന് ഇന്നൊരു ക്യാരക്ടർ ഉണ്ട്, അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ നല്ലതായിരുന്നു. മറ്റേത് അവൻ വേണ്ടാത്തത് അവിടെ കാണിക്കുന്നത്. അപ്പൊ വേണ്ട പോലെ, വേണ്ടടുത്ത്, വേണ്ട പാകത്തിന്, വേണ്ട പ്രൊപ്പോർഷനില് നമ്മളുടെ സ്വഭാവ ഗുണങ്ങളെ നമുക്ക് പുറത്തെടുക്കാൻ കഴിയട്ടെ. ഈ ഒരു വിഷയം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ മെഡിറ്റേഷനിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും ആ ഒരു മെഡിറ്റേഷനിലൂടെ നല്ല രീതിയിൽ സ്വയം മനസ്സിലാക്കി കടന്നുപോയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ ഒരു കാര്യം എല്ലാ ദിവസവും നമ്മൾ തുടർച്ചയായി എല്ലാ ദിവസവും സ്വയം ഈ ഒരു വിലയിരുത്തലുകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എവിടെ എന്ത് പ്രയോഗിക്കണം എന്നുള്ളതിൽ നിന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ ഓരോ ദിവസവും മെച്ചപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ സാധിക്കും. ചെറിയ ചെറിയ തിരിച്ചറിവുകൾ മതി, ചെറിയ ചെറിയ സ്ഥലങ്ങളിലുള്ള ഏറ്റക്കുറച്ചിലുകൾ സ്വഭാവത്തിൽ ചെയ്താൽ മതിയാവും. തീർച്ചയായിട്ടും നമുക്ക് നല്ല സുഖകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും ഓരോന്നും. ലോക സമസ്ത സുഖിനോ ഭവന്തോ. നമ്മളുടെ ഈ മെഡിറ്റേഷനിൽ നമ്മൾക്ക് സാധിക്കുന്നത് നമ്മളെ സ്വയം മനസ്സിനെ നിയന്ത്രിക്കാനും ശാരീരിക നിയന്ത്രണം, ഈവൻ നമ്മളുടെ ചുറ്റുപാടുകളെ നിയന്ത്രിക്കാനും കൂടി വളരെ നല്ലൊരു ഉപമ ചേർത്താണ് ഡോക്ടർ മേഡം കുടുംബം നമ്മളുടെ മുന്നിൽ നിവർത്തിക്കുന്നത്. നമസ്കാരം. വളരെ ഡീപ്പായിരുന്നു, പുറത്തേക്ക് വരാൻ തോന്നിയില്ല. 5 മിനിറ്റ് എക്സ്ട്രാ എടുത്താലും കുഴപ്പമില്ലാന്ന് തോന്നിയിരുന്നു. എല്ലാവരും പോവാൻ ധൃതിപ്പെട്ട് നിൽക്കുകയാണെന്നല്ലോ എന്ന് കരുതിയിട്ടാ ജോലിക്ക് പോകുന്നവര്, വർക്കിംഗ് ഡേ ആണ്, സ്കൂളില് കുട്ടികളെ വിടാനുള്ളവരുണ്ട്. അതൊക്കെ കൊണ്ട് നമുക്ക് തുടരാം. എല്ലാ ദിവസവും നമുക്ക് തന്നെ വീട്ടില് പറ്റുമെങ്കിൽ സ്വയം തുടരാവുന്നതാണ്. മെഡിറ്റേഷൻ ആ ഒരു ഫീല് ഡയറക്റ്റ് നമ്മൾ എനർജി എടുക്കുന്നതിൻ്റെതേ അത് വരാൻ സാധ്യത കുറവാണ്. തീരെ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഗൈഡഡ് റിലാക്സേഷൻ നമ്മുടെ പേഷ്യൻസിനൊക്കെ അവരൊക്കെ എല്ലാ ദിവസവും ചെയ്യേണ്ടതുള്ളത് കൊണ്ടും സ്വയം ചെയ്യാൻ പറ്റാത്തവരായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗൈഡഡ് റിലാക്സേഷൻ കൊടുക്കാറുണ്ട്. അപ്പൊ അതും പല ലെവലിലുള്ള റിലാക്സേഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കാറുണ്ട്. പക്ഷെ അതൊരു പരിധി വരെ പ്രാക്ടീസ് ചെയ്യാൻ നല്ലതാണ്. അത് കഴിഞ്ഞ് നമ്മൾ സ്വയം ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് മാറണം. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഞാനിരുന്ന് പറയുന്നതിൽ ഞാൻ എടുക്കുന്ന ഒരു എനർജി, അതിന്റെ ഒരു ഫ്ലോ, അത് ശബ്ദത്തിലൂടെ ആണെങ്കിലും ആ എനർജി നമുക്ക് കിട്ടുകയാണ്. ശരിക്കും ആ ഒരു എഫക്റ്റ് റെക്കോർഡിങ്ങിൽ വരാൻ സാധ്യത കുറവാണ്. പക്ഷെ ഒരു പേഷ്യന്റിന് സഹായകരമാണ്. കാരണം അവർക്ക് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ അവർക്കൊരു ഗൈഡഡ് റിലാക്സേഷൻ എല്ലാ ദിവസവും റെക്കോർഡഡ് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് അത് വളരെ ഗുണം ചെയ്യാറുമുണ്ട്. മരുന്നുകളും കൂടെ അതിന്റെ കൂടെ അവരെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആയുർവേദ മെഡിസിൻസ് ആണ് അതിന്റെ കൂടെ കഴിക്കുന്നത്. പിന്നെ അത് നടക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ എത്ര പേര് അതിനകത്തുണ്ടോ അവരുടെ എല്ലാം എനർജി ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുക. അപ്പൊ അതിന്റെ ഗുണം എന്തായാലും, അത് രാവിലെ എണീറ്റ് ഇതിൽ വേണമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു സുഖം ഉണ്ടാവും. റെക്കോർഡഡ് സെഷനെങ്കിലും കേൾക്കണമല്ലോ എന്ന് കരുതി, ആർക്കെങ്കിലും കേൾക്കാൻ പറ്റിയാൽ അത് ഉപകാരമായിരിക്കുമല്ലോ എന്ന് കരുതിയാണ് നമ്മൾ റെക്കോർഡഡ് സെഷൻ കൊടുക്കുന്നത്. പലർക്കും ഈ സമയം പറ്റാത്ത പുറത്തുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഈ സമയം അവർക്ക് രാത്രിയാണ്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇങ്ങനെ റെക്കോർഡഡ് ഇടുന്നത്. എല്ലാവരും അത് പ്രയോജനപ്പെടുത്തട്ടെ. സാറ് പറഞ്ഞതിന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും ഇനിയുള്ള പരിപാടികളിൽ നമുക്ക് അങ്ങനത്തെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താം. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സ്വഭാവ ഗുണങ്ങളെ മനസ്സിലാക്കി വേണ്ടെടുത്ത് പ്രയോഗിച്ച് നല്ല ദിവസങ്ങൾ ഇനി നമുക്ക് ഉണ്ടാക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം. നന്ദി.